മറ്റൊരു കാര്യം, ഈ റോഡ് നിർമ്മാണത്തിൽ അപകട സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണോ ഈ മണ്ണിടിച്ചിലുണ്ടായത് എന്നുള്ള കാര്യങ്ങളിൽ പരിശോധന ആവശ്യമുണ്ട്. വിവിധ വകുപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താനുള്ള നിർദ്ദേശം സർക്കാർ തലത്തിൽ നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിക്കുന്നത് മുറയ്ക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക. നഷ്ടപരിഹാരം അല്ലെങ്കിൽ കുടുംബത്തിനുള്ള ധനസഹായം ഉൾപ്പെടെയുള്ളവ ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നും റോഷി അഗസ്റ്റിൻ പറയുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിക്കുന്നത് വരെ, അതായത് ആ സമയം വരെ ഈ നിർമ്മാണം നടത്തരുത് എന്നുള്ളത് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ദേശീയപാത അതോറിറ്റി ചില വിശദീകരണവും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. പൂർണ്ണമായും കൈ കഴുകുന്ന ഒരു നിലപാടാണ് ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഈ ദുരന്ത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. ഈ ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് ഈ വ്യക്തിപരമായ ആവശ്യത്തിൽ വീട്ടിലേക്ക് വന്നപ്പോഴാണ് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 22-ാം തീയതി ഒക്ടോബർ 22-ന് തന്നെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതാണ്. അതിനുശേഷം ഇവിടുന്ന് സ്ഥലം സന്ദർശിച്ചു. അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ കുടുംബങ്ങളെ ഇവിടുന്നുള്ള ആളുകളെ മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട് മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒപ്പം തന്നെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി ആളുകളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തത് എന്നാണ് ഈ ദേശീയപാത അതോറിറ്റി പറയുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റി പറഞ്ഞു വെക്കുമ്പോൾ തന്നെയും പൂർണ്ണമായും ഇവിടെ പണി നിർത്തിവെച്ചു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ സമയത്ത് പോലും ഈ അപകടമുണ്ടാകുന്നതിന് തലേന്ന് പോലും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ജോലികൾ ഈ അപകടം മണ്ണിടിഞ്ഞ സ്ഥലത്ത് നമുക്ക് നോക്കിയാൽ കാണാനും സാധിക്കും. ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അത് ചെയ്യുന്ന ആ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തച്ചുടച്ചുകൊണ്ടാണ് ഈ മണ്ണ് മുകളിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പ്രദേശ ഭൂമിയിൽ പലയിടങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നേരത്തെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും തന്നെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം അടിയന്തരമായിട്ട് ഇടപെടലുകൾ ഉണ്ടായിട്ട്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടി വരും. അതായത് ഈ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമൊക്കെ ഈ മണ്ണിടിച്ചിൽ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ആളുകൾ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചത് അപകടത്തിൻ്റെ ആഘാതം കുറച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല സ്ഥിതി, ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താഴ്ഭാഗത്തുണ്ടായിരുന്ന വീടുകൾ 4ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു പോവുകയാണല്ലേ ചെയ്തത്? ദിവ്യ, അങ്ങനെ തന്നെ. അതായത് വീടുകൾ പൂർണ്ണമായും തകർന്ന് നിലം പൊത്തി എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ഒരു സാധനങ്ങൾ പോലും എടുക്കാൻ ഈ വീട്ടിലുണ്ടായിരുന്നവർക്ക് പറ്റിയിട്ടില്ല. വളർത്തുമൃഗങ്ങളുണ്ട്, വിലപ്പെട്ട രേഖകളുണ്ട്, വിദ്യാർത്ഥികളുടെ പഠനോപകരണങ്ങളുണ്ട്, ബുക്കുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഇതൊന്നും എടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും മാറ്റാനോ പോലും സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറി താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജീവൻ രക്ഷിക്കാൻ തൽക്കാലം അവർ മാറി. ഒരു പക്ഷേ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് പോലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മാറി പലരും ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമൊക്കെയായി മാറി താമസിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഇന്നലെ ഉണ്ടാകുന്നത്. രാത്രി 10 മണിയോടുകൂടി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടം, മണ്ണിടിച്ചിലും കാര്യങ്ങളും ഉണ്ടാകുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി ദേശീയപാതയുടെ നേരെ താഴ്ഭാഗത്തായിട്ടാണ് കുത്തനെയുള്ളൊരു ഇറക്കം, ചെരിവുള്ള പ്രദേശത്താണ് ഈ കുടുംബങ്ങളെല്ലാം താമസിക്കുന്നത്. നീരൊഴുക്കുള്ള ഒരു പ്രദേശമാണ്. ഭൂമിക്കടിയിൽ ഉറവകളുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മണ്ണിടിച്ചിൽ സാധ്യത അല്ലെങ്കിൽ ഇളക്കമുള്ള മണ്ണാണ്. അത്തരമുള്ളൊരു ശാസ്ത്രീയ പഠനം പോലും നടത്താതെ ഈ മണ്ണ് ചെങ്കുത്തായി തന്നെ എടുത്ത് നീക്കി എന്നുള്ളതാണ് ഈ ദേശീയപാത അതോറിറ്റിക്ക് സംബന്ധിച്ചൊരു വീഴ്ചയായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ ആളുകൾ ഇന്ന് ഈ മണ്ണും കാര്യങ്ങളെല്ലാം ഉണ്ട് ആദ്യപടി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി പ്രത്യേകം വഴി വെട്ടി വേണം JCB ഇങ്ങോട്ട് ഇറക്കേണ്ട കാര്യം. അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം എത്തിക്കാൻ വേണ്ടി പ്രത്യേക വഴി വെട്ടേണ്ടി വന്നു. അങ്ങനെ വഴി വെട്ടി മണ്ണും കല്ലും നീക്കി കോൺക്രീറ്റ് ബിജുവിൻ്റെ വീട്ടിൽ കോൺക്രീറ്റ് പാളികൾക്ക് ഉള്ളിലായിരുന്നു അവരുണ്ടായിരുന്നത്. ആളുകളെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ നടത്തി. അതിനുശേഷമാണ് പിന്നീട് മറ്റാരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തി. ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി പിറ്റേന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയും പിന്നീട് ഈ നാട്ടുകാർ, പ്രദേശവാസികളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നവർ അവരുടെ വീടുകളിലെത്തി സുരക്ഷിതമായി എടുക്കാവുന്ന വീട്ടുപകരണങ്ങളും എടുക്കാവുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി ധനുഷ്കോടി ദേശീയപാതയ്ക്കായി മണ്ണെടുപ്പ് നടന്ന അടിമാലി കൂമ്പൻ പാറയിലായിരുന്നു ഇന്നലെ രാത്രി 10 മണിയോടുകൂടി വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്.